പശ്ചിമേഷ്യയിൽ തുടരുന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ തടയാൻ ഗൾഫ് മേഖലയിലെ അയൽ രാജ്യങ്ങൾക്ക് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. യുഎസും ഇറാനും തമ്മിൽ പരസ്പര ആക്രമണങ്ങൾ ശക്തമാക്കുകയും പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സുരക്ഷാ സാഹചര്യം അതിവേഗം വഷളാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിലെ തെക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അയൽ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇറാനെതിരെ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനോ സംഘടിപ്പിക്കാനോ നടപ്പിലാക്കാനോ അതിന് പിന്തുണ നൽകാനോ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഉപയോഗിക്കാൻ അമേരിക്കൻ സൈന്യത്തിനും ഇസ്രയേലിനും അനുവാദം നൽകരുതെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നതിന് പിന്നിൽ ഇറാനാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. പിന്നാലെ ഇറാനെതിരെ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണവും നടത്തി. ഹോർമസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു ആ ആക്രമണം. ഇതിനു മറുപടിയായി ബഹ്റൈനിലെ യുഎസിന്റെ 5ാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. കുവൈറ്റിലെയും ജോർദാനിലെയും യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയതായും ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഇതിലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയുടെ വ്യോമ നാവിക താവളങ്ങളടക്കം 21 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണത്തിൽ യുഎസിന്റെ അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങളുടെ ഹാങ്ങറുകൾ തകർത്തതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടതായി ഇറാനിയൻ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് ANI ആണ് റിപ്പോർട്ട് ചെയ്തത്. ജോർദാനിലെ അൽ അസ്രഖ് താവളത്തിലുള്ള യുഎസ് സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഉൾപ്പെടെ 4 പ്രധാന കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ജോർദാനിലെ മുവാഫക് സാൾത്തി വ്യോമതാവളത്തിന് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. കുവൈറ്റിലെ അലി അൽ സലേം താവളത്തിന് നേരെയും ഡ്രോൺ ആക്രമണം നടത്തിയതായി IRGC വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും വീണ്ടും ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും ഇവിടുത്തെ യുഎസ് താവളങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടതായും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ബഹ്റൈനിലെ യുഎസ് നാവിക താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും IRGC ഏറ്റെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം 2:30 ബഹ്റൈനിലെ യുഎസ് 5ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഇറാൻ നാവികസേന ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. തെക്കൻ ഇറാനിലെ പല കേന്ദ്രങ്ങൾക്ക് നേരെയും കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് IRGC പ്രസ്താവനയിൽ കൂടി അറിയിച്ചു. ഇറാന്റെ ജാം നഗരത്തിനു മുകളിലെ ആകാശത്ത് വെച്ച് അമേരിക്കയുടെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇറാന്റെ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി ബഹ്റിനും കുവൈറ്റും ജോർദാനും അവകാശപ്പെട്ടു. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് പിന്നിൽ ഇറാനാണെന്ന് യുഎസ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഹോർമസ് കടലിടുക്കിലെ ഇറാൻ തീരത്തുള്ള തുറമുഖങ്ങൾക്കും ഖ്വേഷം ദ്വീപിനും നേരെ യുഎസ് സൈന്യം ആക്രമണം നടത്തിയത്. ഇതിന് പ്രതികാരമായിട്ടായിരുന്നു ഇറാന്റെ പുതിയ സൈനിക നടപടിയും വന്നത്. അമേരിക്കയുടെ ഏത് സൈനിക നടപടിക്കും ശക്തവും നിർണായകവുമായ മറുപടി നൽകാൻ തങ്ങളുടെ സേന പൂർണ്ണ സജ്ജമാണെന്നും മേഖലയിലെ സംഘർഷങ്ങൾ വഷളായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കായിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ അമേരിക്കൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇറാനിൽ നിന്ന് അസ്രഖിലേക്ക് തൊടുത്ത 5 മിസൈലുകൾ തങ്ങൾ ആകാശത്ത് വെച്ച് തകർത്തതായി ജോർദാൻ സൈന്യം അറിയിച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചെങ്കിലും ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് ജോർദാൻ വ്യക്തമാക്കി. ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിലും കുവൈറ്റിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളും മുഴങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.